told you that how we can able to find the stability of a system, closed loop system, by using Nyquist stability criterion. അപ്പം അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞത്, ഒരു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റിഗേറ്റ് ദ പ്രസൻസ് ഓഫ് പോൾസ്. അപ്പം നമുക്കറിയാം നമ്മൾ പോൾസ് ആണ്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണെങ്കിൽ വി ആർ ജസ്റ്റ് കൺസിഡറിങ് എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. അപ്പം ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണെങ്കിൽ വാട്ട് യു ആർ ചെക്കിങ്, ദ പോൾസ് വിച്ച് വിൽ ബി, വി ആർ ജസ്റ്റ് ചെക്കിങ് the poles which is there on the right half of poles. എവിടെയാണ്? റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ നമ്മൾ പോൾസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ പോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ്, വി ആർ ജസ്റ്റ് കൺസിഡറിങ് ദ പോൾസ് ഓഫ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഓക്കെ, ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസിൻ്റെ പോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസിൻ്റെ പോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ പോൾസ് തന്നെയാണ് വരും. അതായത് എഫ് ഓഫ് എസിൻ്റെ പോൾസും എല്ലാത്തിൻ്റെയും പോൾസ് ആക്ച്വലി എന്താണ്, സെയിം ആണ്. അപ്പം നിങ്ങൾക്ക് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസിൻ്റെ പോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരണ്ട. പോൾസ് ഫോർ എന്താണ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആൻഡ് എഫ് ഓഫ് എസ് വിച്ച് ഈസ് ആക്ച്വലി സിമിലർ. therefore we can able to say the poles of എന്താണ് പോൾസ് ഓഫ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ദിസ് പോൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ദ പോൾസ് of g of s into h of s plane which is on the right half of, we are just investigating the poles on the poles of g of s into h of s on the right half of s plane contour. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി എന്താണ്, നമ്മളുടെ പോൾസ് എവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൈറ്റ് ഹാഫ് പ്ലെയിൻ കോണ്ടൂർ കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു ജെ എസ് ഇസിക്കൽ ടു ജെ എസ് പ്ലെയിനിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പം എസ് പ്ലെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ നമ്മളൊരു കോണ്ടൂർ കൺസിഡർ ചെയ്യുന്നു. ആ കോണ്ടൂറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, റൈറ്റ് ഹാഫ് മാത്രം. അപ്പോൾ റൈറ്റ് ഹാഫിലാണ് നമുക്ക് പോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം പോൾസ് വിച്ച് ഈസ് ദർ ഓൺ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ഹാഫിൽ ഉള്ള ഒരു എസ് പ്ലെയിനിലുള്ള സെക്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പം ഒരു റൈറ്റ് ഹാഫിൽ ഒരു കോണ്ടൂർ കൺസിഡർ ചെയ്യുന്നു. ഒരു കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഏരിയയിൽ ഞാൻ നിങ്ങളോട് ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ ഒരു പൈസ കളഞ്ഞുപോയി. ആ കളഞ്ഞുപോയ പൈസ നമുക്ക് എവിടെയുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. നമുക്ക് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്ഥലം മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് പോൾസ് എവിടെയുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ പോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പം അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ഹാഫിൽ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുക. ആ കോണ്ടൂർ സി എന്ന് പറയുന്ന ഒരു കോണ്ടൂറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ റൈറ്റ് ഹാഫ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ കോണ്ടൂറിനെയാണ് നമ്മൾ നൈക്വിസ്റ്റ് കോണ്ടൂർ എന്ന് വിളിക്കുക. ഓക്കെ, ഈ കോണ്ടൂറിനെയാണ് നമ്മൾ എന്താ പറയുക, നൈക്വിസ്റ്റ് കോണ്ടൂർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ നൈക്വിസ്റ്റ് കോണ്ടൂർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം നൈക്വിസ്റ്റ് കോണ്ടൂർ ഈസ് ഡയറക്റ്റഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് കോംപ്രമൈസ് ഓഫ് 3 സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു നൈക്വിസ്റ്റ് കോണ്ടൂർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ, അത് ഈ ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ നൈക്വിസ്റ്റ് കോണ്ടൂർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സി എന്ന് പറയുന്ന നൈക്വിസ്റ്റ് കോണ്ടൂറിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് C1, ഒന്നെന്ന് പറയും അടുത്തത് C2, അടുത്തത് C3. അപ്പം C1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, പോസിറ്റീവ് ഇമാജിനറി ആക്സിസിനെയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ജെ ഒമേഗ എസ് പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് സിഗ്മ ആക്സിസ് ആൻഡ് റിയൽ ആക്സിസും, അതുപോലെ തന്നെ ഇത് ജെ ഒമേഗ ആക്സിസുമാണ്. അപ്പം ഇത് പോസിറ്റീവ് ജെ ഒമേഗ, ഇത് നെഗറ്റീവ് ജെ ഒമേഗ, ഇത് പ്ലസ് സിഗ്മ, ഇത് മൈനസ് സിഗ്മ. ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ. അപ്പം ഈ C1 നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, പോസിറ്റീവ് ഇമാജിനറി ആക്സിസിലാണ് C1 കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് C2 നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്, എൻ്റയർ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനെയാണ് നമ്മൾ C2 എന്ന് പറയുക. അപ്പോൾ ഇത് C2, ദിസ് സെക്ഷൻ വിച്ച് ഈസ് ആക്ച്വലി കൺസിഡർ C2, കോണ്ടൂർ C2 എന്ന് പറയാം. അപ്പം ഈ C2ൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് റേഡിയസ് ആണ്. അപ്പം ഇൻഫൈനൈറ്റ് റേഡിയസ് ഉള്ള ഒരു എന്താണ് ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ദാറ്റ് ഈസ് ആക്ച്വലി C2 എന്ന് പറയുന്നത്. അപ്പം ഓരോ സെക്ഷൻസ് ആയിട്ട് 3 സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. C1 എന്ന് പറയുന്നത് എന്താണ്,
പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ല പോസിറ്റീവ് ഇമാജിനറി ആക്സിസ് ഫുള്ളായിട്ട് നമ്മൾ C1 കൺസിഡർ ചെയ്യുന്നു. C2 എന്ന് പറയുന്നത് ആക്ച്വലി ഇൻഫൈനൈറ്റ് റേഡിയസ് ഉള്ള ഒരു റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റയർ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലെ ഇൻഫൈനൈറ്റ് റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം അടുത്ത തേർഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് C3 ആണ്. അപ്പോൾ ഈ C3 എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ C3 വിച്ച് ഈസ് ആക്ച്വലി എലോങ് നെഗറ്റീവ് ഇമാജിനറി ആക്സിസ് ആയിരിക്കും. നെഗറ്റീവ് ഇമാജിനറി ആക്സിസിനെയാണ് നമ്മൾ C3. അതായത് നമുക്കറിയാം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിലും ഡയറക്ഷൻ ഈസ് എൻ്റയർ നെഗറ്റീവ് എന്താണ് ഇമാജിനറി ആക്സിസിനെയാണ് നമ്മളിത് പറയാം. അപ്പം ഇത്രയും 3 സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നൈക്വിസ്റ്റ് കോണ്ടൂർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ഹാഫിൽ എന്തെങ്കിലും പോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് അറിയാവുന്ന കാര്യം നമുക്കറിയാം. അപ്പം C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാജിനറി ആക്സിസ് ആണെന്ന് പറയാം. അതിൻ്റെ S=J omega എന്ന് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ വിച്ച് ഈസ് ആക്ച്വലി വേരീസ് ഫ്രം 0 to +∞. 0 to omega വാല്യൂ J omega ഇമാജിനറി ആക്സിസ് ആണ്. omega വാല്യൂ വിച്ച് ഈസ് ആക്ച്വലി ചേഞ്ചസ് ഫ്രം 0 to +∞. ആൻഡ് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് C2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ C2ൻ്റെ വാല്യൂവിൽ C2ൻ്റെ കേസിൽ എസിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് S=, ലിമിറ്റ് R ടെൻഡ്സ് ടു ഇൻഫിനിറ്റി RJ θ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. എസിൻ്റെ വാല്യൂ നമുക്ക് ഓരോ സെക്ഷനിലും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് S=J omega ഇൻ പോസിറ്റീവ് ഇമാജിനറി ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി വാല്യൂ ഓഫ് omega വിച്ച് ഈസ് ആക്ച്വലി വേരീസ് ഫ്രം 0 to ∞. ആൻഡ് C2 ലിമിറ്റ് R ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ReJ θ. അപ്പം ഇതിൻ്റെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് -90 to +90 to -90 ഇത് വേരി ചെയ്യുന്നത് തീറ്റ വാല്യൂ. അതായത് നമുക്കറിയാം ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് -90 ഡിഗ്രി ആണ്. അപ്പം ദിസ് ഈസ് ആക്ച്വലി വേരീസ് ഫ്രം +90 to -90. അപ്പം ലിമിറ്റ് R ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ReJ θ നമ്മളുടെ എന്ത് എസ് ഏതിൻ്റെ കേസിൽ C2ൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ C3 നമ്മൾ കൺസിഡർ ചെയ്യുക. S=J omega തന്നെയാണ്. അതിൻ്റെ കേസിൽ നമുക്കറിയാം ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് -∞ to അതിൻ്റെ ഡയറക്ഷൻ നോക്കുക -∞ to 0 ആണ്. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ അനുസരിച്ചാണ് ഇതിങ്ങനെയാണ് നമ്മളുടെ ഡയറക്ഷൻ. അപ്പം ആദ്യം 0 to ∞ വേരി ചെയ്യുന്നു, പിന്നെ ഇതിൻ്റെ വാല്യൂ ആർക്കാണ്, പിന്നെ നെഗറ്റീവ് ഇമാജിനറി ആക്സിസിൽ -∞ to 0 നമ്മളുടെ ഏത് വാല്യൂ വരിക C3യുടെ വാല്യൂ വേരി ചെയ്യുക. അപ്പം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സെഗ്മെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ G(s) × H(s) പ്ലെയിനിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോണ്ടൂർ നമ്മൾ വരയ്ക്കുന്നു. അപ്പം ഇത് എസ് പ്ലെയിനിലുള്ള കോണ്ടൂറാണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എസ് പ്ലെയിൻ കോണ്ടൂർ. കറസ്പോണ്ടിങ് ടു ദിസ് കോണ്ടൂർ വി ആർ ജസ്റ്റ് പ്ലോട്ടിങ് എ കോണ്ടൂർ ഇൻ G(s) × H(s) പ്ലെയിൻ. അപ്പം F(s) പ്ലെയിനിലുള്ള G(s) × H(s) പ്ലെയിൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ജസ്റ്റ് പ്ലോട്ടിങ് എ കോണ്ടൂർ ഇൻ ദ G(s) × H(s) പ്ലെയിൻ. അപ്പം യൂസിങ് ദ ലോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ G(s), Nyquist contour in S plane is mapped to G(s) × H(s) plane. The mapped G(s) × H(s) plane is called G(s) × H(s) contour. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി Nyquist സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ വഴി നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് വി ആർ ജസ്റ്റ് പ്ലോട്ടിങ് ദ എസ് പ്ലെയിൻ കോണ്ടൂറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോണ്ടൂർ വി ആർ ജസ്റ്റ് പ്ലോട്ടിങ് ഇൻ ദ G(s) × H(s) പ്ലെയിൻ. ഓക്കെ, G(s) × H(s) പ്ലെയിനിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോണ്ടൂർ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ G(s) × H(s) കോണ്ടൂർ എന്ന് വിളിക്കുക. അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. S=J θ ഇൻ C1, S ലിമിറ്റ് R ടെൻഡ്സ് ടു ഇൻഫിനിറ്റി RJ θ. ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ പോകുന്നതുകൊണ്ടാണ് ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് ചൂസ് ചെയ്തിരിക്കുക, R(e⁻J θ). ആൻഡ് S=J omega -∞ to 0. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരു നിങ്ങളോട് Nyquist പ്ലോട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ പ്ലോട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് പറയാം. അപ്പം ദീസ് ആക്ച്വലി അപ്പോൾ ഇതിൻ്റെ കേസിൽ ReJ θയിൽ R എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും തീറ്റ എന്ന് പറയുന്നത് ഫേസുമായിരിക്കും. നമുക്കിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് Nyquist സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം
അതായത് if a g of s into h of s contour in g of s into h of s plane corresponds to Nyquist contour in S plane, okay, Nyquist contour in S plane, encircle the point minus 1 plus j0 in anti-clockwise direction as many times as the number of right half of S plane poles of g of s into h of s. അപ്പം ഇതും സെയിം ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. ഒരു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കോണ്ടൂർ ഇൻ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിൻ കറസ്പോണ്ട്സ് ടു നൈക്വിസ്റ്റ് കോണ്ടൂർ ഇൻ എസ് പ്ലെയിൻ. അപ്പോൾ നമുക്കറിയാം നൈക്വിസ്റ്റ് കോണ്ടൂർ ഇൻ എസ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോണ്ടൂർ നമ്മൾ എവിടെ ഫോം ചെയ്യുന്നു? ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിൽ നമ്മൾ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കോണ്ടൂർ നമ്മൾ ഫോം ചെയ്യുകയാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ എസ് പ്ലെയിൻ കോണ്ടൂറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കോണ്ടൂർ വി ആർ ജസ്റ്റ് മേക്കിംഗ് ഇൻ ദ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിൻ. ഓക്കെ, അപ്പം നൈക്വിസ്റ്റ് കോണ്ടൂർ ഇൻ എസ് പ്ലെയിൻ എൻസർക്കിൾ ദ പോയിന്റ് മൈനസ് 1 പ്ലസ് j0. അപ്പം നമുക്കറിയാം ജി ഓഫ് എസ് കോണ്ടൂർ ഇൻ ജി ഓഫ് എസ് കറസ്പോണ്ടിങ് ടു ഏതിനെയാണ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കോണ്ടൂർ എൻസർക്കിൾ ചെയ്യുന്നത്? മൈനസ് 1 പ്ലസ് j0 ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പം എത്ര ടൈംസ് ആണ് നമ്മളുടെ ഈ എസ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിലെ കോണ്ടൂർ എൻസർക്കിൾ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? അപ്പം എത്ര ടൈംസ്? ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആസ് മെനി ടൈംസ് ആസ് നമ്പർ ഓഫ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ പോൾസ്. അപ്പം പോൾസിൻ്റെ എണ്ണത്തിനനുസരിച്ച്, പോൾസിൻ്റെ എണ്ണം എസ് പ്ലെയിനിൽ എത്രയാണ്? 2 ആണെങ്കിൽ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിൽ എത്ര ടൈംസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകണം? 2 ടൈംസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകണം ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിൽ നമ്മളുടെ എസ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ജി ഓഫ് എസ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കോണ്ടൂർ വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിൽ വിത്ത് റെസ്പെക്ട് ടു മൈനസ് 1 പ്ലസ് j0 ഉണ്ടാകുന്ന എൻസർക്കിൾമെൻറ്റ് എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കണം? എത്ര ടൈംസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ടോ അത്രയും ടൈംസ് ആയിരിക്കണം അവിടെയുള്ള എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എത്ര ഉണ്ടാകണം? നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ട് അത്രയും ടൈംസ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ എത്രയുണ്ട് അത്രയും ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എൻസർക്കിൾമെൻറ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഏബിൾ ടു സേ ദാറ്റ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. അതാണ് നമ്മുടെ നേരത്തെ ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു പി മൈനസ് സെഡ് എന്ന് പറയുന്ന നമ്മളുടെ ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇവിടെ n എന്ന് പറയുന്നത് എൻസർക്കിൾമെൻ്റ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻ്റ് ആണ്. പി എന്ന് പറയുന്നത് പോളാണ്, സെഡ് എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സെഡ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ n ഈക്വൽ ടു പി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എത്ര എൻസർക്കിൾമെൻ്റ് ഉണ്ട്? നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ടോ അത്രയും ടൈംസ് എൻസർക്കിൾമെൻറ്റ് ഇൻ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലുണ്ടെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് 3 കേസസ് ആണ് നോർമലായിട്ട് ഉണ്ടാകാറുള്ളത്. ഒരു 3 കേസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോ എൻസർക്കിൾമെൻറ്റ് ഓഫ് മൈനസ് 1 പ്ലസ് j0. ഓക്കെ, ഒരു എൻസർക്കിൾമെൻറ്റും ഇതിൻ്റെ കേസിൽ നോ എൻസർക്കിൾമെൻ്റ് ആണ് ഉള്ളതെങ്കിൽ വാട്ട് വി ക്യാൻ ഏബിൾ ടു സേ? ഈ സിസ്റ്റത്തിൻ്റെ കേസിൽ ദർ ഈസ് നോ എൻസർക്കിൾമെൻറ്റ് ഓഫ് മൈനസ് 1 പ്ലസ് j0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഈസ് ദാറ്റ് മീനിങ് എൻസർക്കിൾമെൻറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. എപ്പോഴായിരിക്കും ഈ നോ എൻസർക്കിൾമെൻറ്റ് ഉള്ളെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആകുന്നത്? വിത്ത് റെസ്പെക്ട് ടു മൈനസ് 1 പ്ലസ് j0 എൻസർക്കിൾമെൻറ്റ് ഒന്നുമില്ല എങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കുമോ അല്ലേ ആയിരിക്കുമോ? സ്റ്റേബിൾ ആകാനുള്ള ചാൻസ് എപ്പോഴാണ്? നോ എൻസർക്കിൾമെൻറ്റ്. ദർ ഈസ് നോ എന്താണ്? നോ പോൾസ് ഓഫ് ജി ഓഫ് എസ് ഇൻ ദ right half of S plane. If there are pole on the right half, then system is unstable. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ എൻസർക്കിൾമെൻറ്റ് വിത്ത് ഓഫ് മൈനസ് 1 പ്ലസ് j0 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടതാണ്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. എപ്പോഴായിരിക്കും? നോ എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഒരു പോളും ഇല്ല എങ്കിൽ എന്താണ്? ആ സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? എത്ര എൻസർക്കിൾമെൻ്റ് ആണ് വേണ്ടത്? നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ടോ അത്രയും എൻസർക്കിൾമെൻറ്റ് വേണം. അപ്പം എൻസർക്കിൾമെൻറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് പ്ലെയിനിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ എന്തുണ്ടാകാൻ പാടില്ല?
പോൾസ് ഉണ്ടാകാൻ പാടില്ല. പോൾസ് ഉണ്ടെങ്കിൽ അത്രയും എൻസർക്കിൾമെൻറ്റ് എവിടെ വേണം? നമ്മുടെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിൽ വേണം. പോള് ഇല്ല എങ്കിൽ എൻസർക്കിൾമെൻറ്റ് ഇല്ല എങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ പോൾ ഉണ്ടായിട്ട് എൻസർക്കിൾമെൻറ്റ് ഇല്ല എങ്കിൽ എന്താണ്? ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇനിയിപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഓഫ് -1 പ്ലസ് J0 പോയിന്റ്. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ചുമ്മാ ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് വേണോ? മാത്രം മതിയോ? ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് മാത്രം പോരാ. ഇൻ കേസ് ഓഫ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ, ഇഫ് ദ നമ്പർ ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എത്ര വേണം സ്റ്റേബിൾ ആക്കണമെങ്കിൽ? നമ്പർ ഓഫ് പോൾസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് മാത്രം പോരാ. എത്ര എൻസർക്കിൾമെൻറ്റ് വേണം? നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ടോ അത്രയും ടൈംസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. അല്ലാതെ ചുമ്മാ എൻസർക്കിൾമെൻറ്റ് നമുക്ക് നമ്പർ ഓഫ് പോൾസ് 5 ഉണ്ട്, പക്ഷേ എൻസർക്കിൾമെൻറ്റ് 2 ഉള്ളെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ? അല്ല. എത്ര നമ്പർ ഓഫ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പോൾസ് ഓൺ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവൂ. അപ്പം ഇഫ് നമ്പർ ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾ നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോൾസ് ഓൺ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, then system is unstable. അപ്പം നമ്പർ ഓഫ് എൻസർക്കിൾമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് പോൾസിനനുസരിച്ച് വേണം നമ്പർ ഓഫ് എൻസർക്കിൾമെൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഓഫ് -1 പ്ലസ് J0. അപ്പം ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എന്തായിരിക്കും? സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലേ? എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു Z=0 എന്ന് പറയുന്ന കണ്ടീഷനിൽ N=P ആണെങ്കിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. അപ്പം ഇസഡിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിലോ ഇസഡ് മാത്രം സീറോസ് മാത്രമേ ഉള്ളെങ്കിൽ ഇതാണ് സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പം ഇൻ കേസ് ഓഫ് ദ സിസ്റ്റം ഓൾവേസ് അൺസ്റ്റേബിൾ. ഇപ്പം ഇഫ് നോ പോൾസ് ഓഫ് G of S ഇൻറ്റു H of S ഇൻ ദ റൈറ്റ് ഓഫ് എസ് പ്ലെയിൻ, then a number of എന്താണ് ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഓൺ ദ റൈറ്റ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓൾസോ in this case, if no poles of G of S in the right half of S plane, ഇപ്പോൾ നോ പോൾസ് ആണ് റൈറ്റ് ഹാഫിലുള്ളതും, അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിന് ഈക്വൽ ആണ്? ദ നമ്പർ ഓഫ് പോൾസ് ഓഫ് ദ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ഈ രണ്ട് കേസിലും എത്ര വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എവിടെ വന്നിട്ടുണ്ടെങ്കിലും ആ സിസ്റ്റം ആക്ച്വലി എന്താണ്? അൺസ്റ്റേബിൾ ആയിരിക്കും. ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എവിടെ വന്നിട്ടുണ്ടെങ്കിലും സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് G of S ഇൻറ്റു H of S ആണ്. അപ്പം G of S ഇൻറ്റു H of S എന്ന് പറയുമ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇവിടെ G of S ഇൻറ്റു H of S പ്ലെയിനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് പോൾസ് വിച്ച് ഈസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്പർ ഓഫ് പോൾസ് വിച്ച് ഈസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ടോ അത്രയും ടൈംസ് എന്താണ് എൻസർക്കിൾമെൻറ്റ് എവിടെ വേണം? നമ്മളുടെ G of S ഇൻറ്റു H of S പ്ലെയിനിലുണ്ടെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്ന് പറയാം. ഇനിയിപ്പോൾ നമ്പർ ഓഫ് ഇപ്പോൾ എന്താണ് ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് അതിൻ്റെ മീനിങ്? ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാഫിൽ എന്തുണ്ടെന്നാണ് മീനിങ്? 0 ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ 0 റൈറ്റ് ഹാഫിൽ ഉണ്ടോ എന്നാണ് ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം 0 റൈറ്റ് ഹാഫിൽ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ കേസ് അല്ല, ഇത് G of S ഇൻറ്റു H of S ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. നമ്മൾ വാട്ട് യു ആർ ആക്ച്വലി ചെക്കിങ് മീൻസ് വി ആർ ജസ്റ്റ് ചെക്കിങ് വെദർ എനി സീറോസ് which is there on right half, zeros which is there on right half of S plane, G of S into H of S plane. അപ്പം G of S into H of S പ്ലെയിനിൽ 0 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? C of S by R of S പ്ലെയിനിൽ, അതായത് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താണ്? അവിടെ പോൾസ് ഉണ്ടാ എന്നാണ് മീനിങ്. ഓക്കെ, അപ്പം G of S into H of Sൻ്റെ പോളാണ് ശരിക്കും പറഞ്ഞത്. G of S into H of Sൻ്റെ G of S into H of Sൻ്റെ 0 ആണ് ശരിക്കും പറഞ്ഞാൽ C of S by R of Sൻ്റെ 0 എന്ന് പറയാം. C of S by R of Sൻ്റെ പോൾ എന്ന് പറയാം. ഓക്കെ, G of S into H of Sൻ്റെ 0 എന്ന് പറയുന്നതാണ് C of S by R of Sൻ്റെ പോൾ എന്ന് പറയാം. അപ്പം ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുന്നത് ഈ G of S into H of Sൽ എന്തെങ്കിലും നമ്പർ ഓഫ്
സീറോസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സീറോസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടാവും. ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടായാൽ എന്താണ്? സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ബിക്കോസ് അവിടെ റൈറ്റ് ഹാഫിൽ പോൾസ് ഉണ്ടെന്നാണ് മീനിങ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും.